നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന എനവാ. യൂസ്ലെസ് ഫെലോ. വാട്ട് യു മീൻ? നിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായില്ലെന്ന്. ഓ അങ്ങനെ. ഹലോ അച്ഛാ. ആ മോളെ, ഒരു വിശേഷം അറിയിക്കാനാ വിളിച്ചത്. വന്ദനെ പെണ്ണ് കാണാൻ ഇന്നൊരു പാർട്ടി വരുന്നുണ്ട്. ചേച്ചി പെണ്ണ് കാണാനോ? ചേച്ചി അതിന് സമ്മതിച്ചോ? അതൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. നീയും വിക്രമോ എന്തായാലും എത്തണം. ആ മോളെ, ഫോണൊന്ന് വിക്രമിന് കൊടുത്തേ. ആ കൊടുക്കാം. ഹലോ അച്ഛാ, വിക്രമ. ആ മോനെ, വന്ദനെ പെണ്ണ് കാണാൻ ഒരു പാർട്ടി ഇന്ന് 10 മണിക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, തീയതിയും സമയവും കൺഫേം ആവാത്തോണ്ടാ വിളിച്ചറിയിക്കാൻ വൈകിയത്. പ്രകാശും മനോജും ഒക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് സ്ഥലം വിട്ടു. വന്ദനയുടെ സഹോദരന്റെ സ്ഥാനത്ത് വയ്ക്കാൻ ഇപ്പൊ നീ മാത്രമേ ഉള്ളൂ. ഉടനെ വർഷയും കൂട്ടി മോൻ വീട്ടിലേക്ക് വരണം. അച്ഛാ, എനിക്ക് നല്ല തിരക്കുണ്ട്. അറിയാം. എന്നാലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മോൻ ചടങ്ങിന് വരണം. അച്ഛൻ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാ പിന്നെ ശരി മോനെ. ആ അച്ഛൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞേൽപ്പിച്ചെല്ലാം ഓർമ്മയുണ്ടല്ലോ. എല്ലാം കൃത്യമായി ചെയ്തിരിക്കണം. ഞാൻ ഇറങ്ങുമോ? അല്ല, വന്ദനേച്ചിയുടെ പെണ്ണുകാണലിന് പോണ്ടേ? ചേച്ചി പെണ്ണുകാണലിന് സമ്മതിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏട്ടാ പ്ലീസ്, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. നമ്മുടെ കല്യാണത്തിന് എല്ലാ സപ്പോർട്ടും ചെയ്ത് ഒപ്പം നിന്ന ആളാ ചേച്ചി. ആ ചേച്ചിയുടെ കാര്യത്തിന് തുടക്കം മുതൽ തന്നെ നമ്മൾ സഹകരിക്കണം. ചേച്ചി എനിക്ക് ജീവനായിട്ടാ. ആ ചേച്ചിയാണോ എന്നെ നിന്നെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയത്? നിന്റെ കോളേജ് മേറ്റായ ശ്യാമിനെയും കുറുപ്പിന്റെ മകൻ ജഗനെയും കൂട്ടുപിടിച്ചോണ്ടല്ലേ അവരെ കുടുംബം കലക്കാൻ വന്നത്. ഏട്ടാ, ശത്രുക്കൾ ആരോ ചേച്ചിയെ തെറ്റിദ്ധരിപ്പിച്ചതാ. ദയവ് ചെയ്ത് അതൊന്നും കാര്യമായിട്ട് എടുക്കരുത്. എന്റെ ചേച്ചിയെ സ്വന്തം ചേച്ചിയെ പോലെ കണ്ട് ഏട്ടൻ ഈ ചടങ്ങിന് സഹകരിക്കണം. ശരി, സഹകരിക്കാം. നിന്റെ ഏട്ടന്മാരെന്താ സഹോദരിയുടെ കല്യാണാലോചനയ്ക്ക് നിൽക്കാതെ പോയത്? കാരണം നിന്റെ വന്ദന ചേച്ചിയുടെ സ്വഭാവ ദൂഷ്യം. ആ കുറുപ്പിന്റെ മോൻ ജഗനോടൊപ്പം നിന്റെ ചേച്ചിയുടെ കറക്കം. ആ ജഗൻ നിന്റെ വന്ദനേച്ചിയുടെ ആരാ? വന്ദനേച്ചിയുടെ സഹോദരി ഭർത്താവായ എന്നോട് ചേച്ചിയെ കെട്ടാൻ പോകുന്ന പയ്യൻ ഈ ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ഏട്ടന് മയക്കുമരുന്ന് ബിസിനസ് ആണോ എന്ന് അന്വേഷിക്കാനും ദീമോളെ കണ്ടെത്താനും ഒക്കെ ചേച്ചി ജഗൻ ചേട്ടന്റെ സഹായം തേടി എന്നുള്ളത് ശരിയാ. പക്ഷെ അതിനപ്പുറം അരുതാത്ത ഒരു ബന്ധവും അവര് തമ്മിലില്ല. അങ്ങനെ ഒരു പെണ്ണല്ല എന്റെ വന്ദന ചേച്ചി. ഞാൻ വിശ്വസിക്കാം. പക്ഷെ സമൂഹം വിശ്വസിക്കണമെന്നില്ലല്ലോ. മാന്യനായ ബിസിനസ്സുകാരെന്ന പേരെനിക്ക് പോട്ട്. അതുകൊണ്ട് നമ്മൾ ഈ ചടങ്ങിന് സഹകരിക്കുന്നില്ല. വേണ്ട. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ടാൽ ഞാൻ ആകെ തളർന്നു പോകും.
നിന്റെ മുഖത്തെ സന്തോഷാണ് എന്റെ സന്തോഷം. നമ്മൾ ഒരുമിച്ച് വന്ദനേച്ചിയുടെ പെണ്ണുകാണൽ ചടങ്ങിന് പോകുന്നു. എന്താ പോലെ? താങ്ക് യു. എങ്കിൽ വേഗം പോയി റെഡിയാവും. വന്ദനെ കെട്ടാൻ തുനിഞ്ഞവൻ ആരായാലും അതിന് ഏതവനായാലും മുടക്കണം. മുടക്കിയേ പറ്റൂ. എന്നാലും എന്റെ അച്ഛമ്മേ, കല്യാണപ്രായം കഴിഞ്ഞ് 3 വർഷം നിൽക്കുമല്ലയോ വന്ദന. അവക്ക് നല്ലൊരു ആലോചന വന്നപ്പോ ആങ്ങളമാര് രണ്ടും അങ്ങ് മുങ്ങിക്കളഞ്ഞില്ലേ. എന്നിട്ട് അതിനെ ചൊല്ലി ഇവിടെ ഒരു വഴക്കും വക്കാണോ ഒന്നും കേൾക്കുന്നുമില്ല. അപ്പൊ വഴക്കും വക്കാണോ ഒക്കെ പ്രതീക്ഷിച്ചാണ് നിന്റെ വരവ് അല്ലേ? അയ്യോ അല്ല അച്ഛമ്മേ, ചെറുക്കനും കൂട്ടരും ഇവിടെ വരുമ്പോഴേ പെണ്ണിന്റെ സഹോദരന്മാരും ഇവിടെ ഇല്ലെന്ന് അറിയുമ്പോ അതൊരു കല്ലുകടിയാവില്ലേ? ഷട്ട് അപ്പ് യുവർ മൗത്ത്. ഏ നീയേ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന എനവാ. യൂസ്ലെസ് ഫെലോ. വാട്ട് യു മീൻ? നിന്റെ ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായില്ലെന്ന്. ഓ അങ്ങനെ. എന്റെ അച്ഛമ്മേ, ഒത്തൊരുമയും കെട്ടറപ്പും ഇല്ലാത്ത കുടുംബക്കാരാണെന്ന് അവര് വിധി എഴുതി കളയില്ലേ? അങ്ങനെ ഒരു കുടുംബത്തിന് പെണ്ണ് വേണ്ടാന്ന് തീരുമാനിച്ച് അവരങ്ങ് പോയി കളഞ്ഞാലോ. ഇപ്പൊ മനസ്സിലായോ? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇപ്പഴാ നിന്റെ ഉള്ളിലിരിപ്പ് ശരിക്കും എനിക്ക് മനസ്സിലായത്. ഈ ചടങ്ങിന് നീ വരാതിരിക്കായിരുന്നു നല്ലത്. ആഹാ, ഞാൻ വരാതിരിക്കണോ അല്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇവിടെ എല്ലാവിധ ഉള്ളിലിരിപ്പാ ഈ കളവിടെ നാക്കിൻ തുമ്പീന്ന് വന്നത്. ഞാൻ ഇങ്ങോട്ട് വരരുത് പോലും. What did you say? You are കളവി. I am not a കളവി. I am your grandma. If you say one more, I will kill you. എന്നാ പിന്നെ പിന്നെ എനിക്ക് തരാനുള്ളതെല്ലാം തന്നെ കൈയൊഴിഞ്ഞ മട്ടിലാണല്ലോ അച്ഛന്റെ അമ്മയുടെ നടപ്പ്. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. അച്ഛന് കിട്ടിയ ലക്ഷങ്ങൾ എടുത്ത് മനോജിക്ക് സമ്മാനിക്കാൻ പോയിരിക്കല്ലേ എന്റെ പെറ്റമ്മ. ആ തോന്നിവാസം ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല. വസന്തേ, എന്താ നീ ഒന്ന് അടങ്ങടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.